അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെ സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ദുനിയാവ് മാത്രമല്ല, നമ്മുടെ മരണം ഏത് നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആഖിറത്തിലുള്ള ജീവിതം നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. സ്ത്രീകളാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോഴുള്ള തലമുറ, ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകളിൽ പലരും ഇപ്പോൾ ഉള്ള ട്രെൻഡിനനുസരിച്ചിട്ട് ആരെങ്കിലും ഒരാൾ മുടി കാണിച്ചെങ്കിൽ, ഏതെങ്കിലും ഫേമസ് ആയ ഒരാൾ മുടി കാണിച്ച് തട്ടമിട്ടെങ്കിൽ ബാക്കി എല്ലാ പെൺമക്കളും ഇപ്പോൾ മുടി കാണിച്ചിട്ടാണ്, ട്രെൻഡിനൊപ്പമാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ട്രെൻഡിനൊപ്പം മാറിക്കൊണ്ടിരുന്നാലും നമ്മുടെ ഹൗറത്ത് നമ്മൾ വെളിവാക്കി കഴിഞ്ഞാൽ നമുക്കത് എത്ര തെറ്റാണ്. നമ്മൾ അള്ളാഹുവിനനുസരിച്ചിട്ടല്ലേ ജീവിക്കേണ്ടത്. അള്ളാഹുവിൻ്റെയും മുത്തുനബിയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് സിനിമാ നടിമാരെ അവരുടെ ഈ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. പെൺമക്കളെ വളർത്തുന്ന ഉമ്മമാരും ശ്രദ്ധിക്കണം. ഉമ്മമാർ ഒരുപാട് നല്ല ഹൗറത്തൊക്കെ പറിച്ച് ദീനിയായിട്ട് നടന്നിട്ട് കാര്യമില്ല. മക്കൾ ആൺവേഷം കെട്ടുകയും അതുപോലെ മുടിയൊക്കെ കാണിച്ച് നടക്കുകയാണെങ്കിൽ ഒരു കാര്യവുമില്ല. ഉമ്മമാരെ, നിങ്ങൾ ദീനീ ബോധത്തിൽ നടന്നിട്ട് നാളെ ആ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറിൽ നിന്ന് പറയും, എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ ഇതുപോലെ പഠിപ്പിച്ചിട്ടില്ല, അവർ കാരണമാണ് ഞാൻ ഇങ്ങനെ നടന്നത് എന്ന്. അപ്പോൾ അവിടെ തീർന്നില്ലേ നിങ്ങളുടെ ഈ ദുനിയാവിലുള്ള ദീനീ ബോധം? നമ്മൾ സ്ത്രീകളുടെ ഹൗറത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ നമുക്ക് കണ്ണും പോലും ഹൗറത്താണ്. കാരണം നമ്മുടെ ശരീരം നമ്മൾ മറക്കണം. നമുക്ക് ഹൗറത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ നമ്മൾ വെളിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റ് കിട്ടും. എന്നാലും നമ്മൾ ബുർക്കയൊന്നും ഇടാതെ നമ്മുടെ മുഖവും മുൻകൈയും ഒക്കെ കാണിച്ചിട്ട് നമ്മൾ പുറത്തു പോകും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ തലയും കൂടി മറക്കാതെ പോയാൽ നിങ്ങൾ എത്ര തെറ്റാണ് കിട്ടുന്നത്. തല മറക്കാത്ത സ്ത്രീകൾക്ക് ഭയങ്കര തെറ്റാണ് കിട്ടുക. നിങ്ങൾ സിനിമാ നടിമാരെയൊക്കെ അനുസ്കരിച്ചിട്ട് നിങ്ങൾ തല മറക്കാതെ നടന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ കുറച്ച് മോഡേണി എന്നുള്ള ഒരു സ്ഥാനം കിട്ടുമായിരിക്കും. എങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ, റസൂലിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കണം. ഈ ദുനിയാവിലുള്ള ഈ പാട്ടും പേക്കൂത്തും അതുപോലെ ഡാൻസും മോഡേണായിട്ട് നടക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിക്കും വരെ കിട്ടുകയുള്ളൂ. അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അത് നമുക്ക് ജീവിതകാലം മുഴുവന് നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുകയില്ല. ഓരോ മനുഷ്യന്മാരുടെയും മരണം നമുക്ക് പാഠമല്ലേ. ഇപ്പോഴും ഓരോരുത്തർ പെട്ടെന്ന് മരിക്കുന്നു. മരണം നമ്മുടെ ചെരുപ്പ് പോലെയാണ്, ചെരുപ്പിൻ്റെ വള്ളി പോലെയാണ്. നമ്മളുമായിട്ട് അത്രയ്ക്ക് അടുത്താണ്. ഏത് നിമിഷവും നമ്മളുമായിട്ട് വേട്ടയാടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തോളി, മുടി കാണിക്കുന്നവർക്ക് നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷ, നിങ്ങളുടെ തലയിൽ നരകത്തിൻ്റെ തീയുടെ തൊപ്പി അള്ളാഹു വെച്ച് തരും. അപ്പോൾ നിങ്ങളുടെ മുടിയും തലച്ചോറൊക്കെ ഉരുകി വീയും. എന്നിട്ട് അത് പിന്നും തീ തൊപ്പിയായിട്ട് മാറിയിട്ട് നമ്മുടെ തലയിൽ പിന്നും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത്രയ്ക്ക് കഠിനമാണ് നമ്മുടെ ആ ഒരു ശിക്ഷ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് മനുഷ്യരെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മുടി കാണിച്ച് നടക്കുന്നത്? നാളെ നമ്മുടെ ജീവിതം നരകക്കുണ്ടിലായിട്ട് തീരും. ഒരുപാട് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മുടി മറച്ച് ജീവിച്ചാലും നമുക്ക് എത്ര സുന്ദരമാണ്, നമ്മുടെ ജീവിതം എത്ര സുന്ദരമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് സ്വർഗത്തിൽ പോയിക്കൂടെ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ന്യൂജൻ ട്രെൻഡിൽ നടക്കുന്നവർ മുടി കാണിക്കാതെ നടക്കാനും പോകുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ തെറ്റിന്റെ ഭയാനകത. എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുക, സ്ത്രീകളും ശ്രദ്ധിക്കുക, മുടി മറക്കാൻ ശ്രദ്ധിക്കുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് കാക്കട്ടെ ബ്ലീസിന്റെ ഷെറിൽ നിന്ന്.